ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ EU രാജ്യത്തിൽ നിന്നും നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ ഇവിടെ എത്ര ടോട്ടൽ കോസ്റ്റ് വരും, അതുപോലെ ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ടും അതുപോലെ കോമൺ ആയിട്ടും കിട്ടിയ കുറച്ച് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ആദ്യമായാണ് കേൾക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അതാണ് അതിന്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇംഗ്ലീഷ് തോട്ട് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. മെഡിക്കലോ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്ത് കെയർ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഹൗസ് ബിൽഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് എങ്കിലും വേണം. ബാക്കിയുള്ള ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് B1 ലെവൽ മതി എലിജിബിൾ ആകാനെങ്കിലും ഞങ്ങളുടെ ഒരു അഭിപ്രായം വെച്ച് നിങ്ങൾക്ക് B2 എങ്കിലും ഉള്ളത് വളരെ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കേസിൽ നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും മനസ്സിലാവാതിരിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും B2 ഉള്ളതാണ് നല്ലത്. നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്നാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് വരാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജർമ്മൻ പഠിക്കാം, അതല്ല നിങ്ങളുടെ സ്ഥലത്ത് തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ജർമ്മൻ പഠിക്കാം. ഇവിടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ആണ് ഗോയത്തെ, ടെൽക്ക്, OSD, ECL, ടെസ്ഡാഫ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് റെക്കഗ്നീഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കണം. നിങ്ങൾക്ക് കിട്ടിയ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റും ജർമ്മൻ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റും ഈക്വിവാലന്റ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് റെക്കഗ്നീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റെക്കഗ്നീഷൻ ചെയ്യുന്നത് ജർമ്മനിയിലെ സർട്ടിഫിക്കറ്റ് റെക്കഗ്നീഷൻ അതോറിറ്റി ആണ്. ഈ സർട്ടിഫിക്കറ്റ് റെക്കഗ്നീഷൻ അതോറിറ്റിയെ ജർമ്മനിൽ പറയുന്നത് സോയിഗ്നിസ് അനർകെനുങ്സ്റ്റെലെ എന്ന. ഈ പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ജർമ്മനിയിലെ ഏത് സ്റ്റേറ്റിലാണ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് താല്പര്യം എന്നുള്ളത്. ജർമ്മനിയിൽ 16 സ്റ്റേറ്റുകളുണ്ട്. എന്നിട്ട് ഈ സ്റ്റേറ്റിനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ anabin.de എന്ന വെബ്സൈറ്റിൽ പോകാൻ. anabin.de എന്ന വെബ്സൈറ്റിൽ പോയി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അനേർകെനുങ്സ് und ബെറാറ്റുങ്സ്റ്റെല്ലയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലാണോ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് താല്പര്യം ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് റൈൻലാൻഡ് ഫാൽസ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷൂലിഷ് അബ്ഷ്ലൂസ് ഫോർ ബെറിഷ്ടിഗുങ്ങൻ അവിടെ വേണം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കാനായിട്ട്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം അവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് നമ്മൾ വെക്കേണ്ടത്, ഈ പ്രോസസ്സിന് എത്ര സമയം എടുക്കും, ഈ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ ഡോക്യുമെന്റ്സും ഒക്കെ ആർക്കാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ ആപ്ലിക്കേഷന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഒന്നാമത്തേത് ആപ്ലിക്കേഷൻ ഫോം, അത് വെബ്സൈറ്റിൽ തന്നെയുണ്ട്. 2 ടാബുല CV. ഈ CVക്കകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് പറയേണ്ടത് നിങ്ങൾ പഠിച്ച സ്കൂളിനെ കുറിച്ച്, അതുപോലെ നിങ്ങളുടെ സ്ട്രീം ഏതാണ്, നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങൾ പഠിച്ച സബ്ജക്ട്സ്, നിങ്ങളുടെ കരിക്കുലർ അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച്. പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങളുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നതെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന്റെ നോട്ടറൈസ്ഡ് കോപ്പി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് റൈൻലാൻഡ് ഫാൽസ. അവിടെ ആ സ്റ്റേറ്റിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നതെങ്കിൽ അതിന്റെ നോട്ടറൈസ്ഡ് കോപ്പി സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷെ ചില സ്റ്റേറ്റിലാണെങ്കിൽ അവർ പറയും നിങ്ങളുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ അത് ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് നോട്ടറൈസ് ചെയ്ത് അതിന്റെ കോപ്പി വേണം സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളതെന്ന്. അപ്പൊ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ സ്റ്റേറ്റിന് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ നോട്ടറൈസ്ഡ് കോപ്പിയും അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ നോട്ടറൈസ്ഡ് കോപ്പിയാണ്. അതുപോലെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നോർമലി നിങ്ങൾ പോസ്റ്റ് വഴിയായിരിക്കും അയച്ചു കൊടുക്കേണ്ടത്. ആർക്കാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചു കൊടുക്കേണ്ടതെന്നുള്ളത് വെബ്സൈറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ആഴ്ചകൾ എടുക്കും നമുക്ക് റെസ്പോൺസ് കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ അതിന് പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിന് അനുസരിച്ച് മാറിയേക്കാം. അത് ചിലപ്പോൾ 40 യൂറോ മുതൽ 70 യൂറോ വരെ വേരി ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അവർക്കൊരു മെയിൽ അയക്കണം. മെയിൽ അയച്ചു കഴിയുമ്പോഴത്തേന് അവര് ഈ ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചയക്കും. നോർമലി ഇത്ര ഒരു എമൗണ്ട് ആണ് വരുന്നത്. നിങ്ങൾ ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. അത് നിങ്ങൾ ജർമ്മനിൽ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആ
അതെന്തൊക്കെയുള്ളതെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ജർമ്മനിലേക്ക് ഒരു കവറിംഗ് ലെറ്ററാണ്. ജർമ്മൻസ് ഇവിടെ പൊതുവെ ഭയങ്കര സീരിയസ് ആയിട്ട് കവറിംഗ് ലെറ്റർ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് എഴുതിയ ഒരു കവറിംഗ് ലെറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് വേണ്ടത് പിന്നെ റെസ്യൂമേ ആണ്, അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും, അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് റെക്കഗ്നൈസ് ചെയ്തതിന്റെ കോപ്പി. ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചതാണ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് എത്ര ടോട്ടൽ കോസ്റ്റ് വരുമെന്നുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് റഫ് എസ്റ്റിമേറ്റ് ആണ്. നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ തീരുമാനിച്ച ദിവസം തൊട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഹൗസ് ബിൽഡിംഗ് ചെയ്ത് ആദ്യത്തെ മാസത്തെ സാലറി കിട്ടുന്നിടം വരെയുള്ള ഒരു ആവറേജ്, ഒരു ഫൈനൽ എസ്റ്റിമേറ്റ് ഒന്നുമല്ല, ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം. നിങ്ങളിപ്പോൾ പാസ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. അപ്പൊ പാസ്പോർട്ട് കിട്ടാനായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1500 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുപോലെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ A1 ലെവൽ തൊട്ട് B2.2, അതായത് A1, A2, B1, B2.1, B2.2 ഒരു ആവറേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒരു അറൌണ്ട് 1 ലക്ഷം രൂപയും GST നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതായത് ഒരു മൊഡ്യൂള് പഠിക്കാൻ, A1 മാത്രം പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ഏകദേശം 20,000 രൂപ വേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് റെക്കഗ്നീഷൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നോട്ടറൈസ് ചെയ്യിപ്പിക്കണം. അപ്പൊ അതൊരു ഏകദേശം 750 രൂപ വരെ ആകാം. പിന്നെ നിങ്ങൾക്ക് റെക്കഗ്നീഷൻ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ പോസ്റ്റ് വഴി അയക്കുവാണെങ്കിൽ അറൌണ്ട് 300 രൂപ നിങ്ങൾക്ക് ആകും. റെക്കഗ്നീഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഓരോ സ്റ്റേറ്റിനെ അനുസരിച്ച് മാറും. 40 യൂറോ മുതൽ 70 യൂറോ വരെ ഇടയ്ക്കാകാം. ഇപ്പൊ നമ്മളൊരു 50 യൂറോ എടുക്കുന്നതെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 5000 രൂപയാകും റെക്കഗ്നീഷൻ ചെയ്ത് കിട്ടാനായിട്ട്. അതുപോലെ നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒരു ഫീസ് കൊടുക്കണം. അത് ഏകദേശം 75 യൂറോയ്ക്ക് ഇക്വിവാലന്റ്, അതായത് ഏകദേശം 6400 രൂപ. അതുപോലെ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേന് ഒരു ആവറേജ് നിങ്ങൾക്ക് 27,000 രൂപയെങ്കിലും ആകും. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് നമുക്ക് ഈ പ്രൈസ് മാറും. അതുകൊണ്ട് നമുക്ക് ഒരു 10% ഒരു ബഫർ പ്രൈസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ 1,54,000 രൂപ വേണം നിങ്ങൾക്ക് ഇന്ത്യയിലെ ചെലവ് ജർമ്മനിയിൽ വരാനായിട്ട്. അപ്പം ഇതിനകത്ത് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ്. അപ്പൊ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസ് നിങ്ങൾക്ക് B2 വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 54,000 രൂപ മതി ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ ജർമ്മനിയിൽ വരാനായിട്ട്. എനിക്കൊന്ന് ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ടാണ് ഇവിടെ നമുക്ക് കുറച്ച് കൂടുതൽ പൈസ ആവുന്നത്. അപ്പം നിങ്ങൾക്ക് 20,000 രൂപ ഒരു ലെവലിന് മുടക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പഠിക്കാവുന്നതാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് ഫാസ്റ്റർ ജർമ്മൻ A1 കോഴ്സ്. ഇവിടെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവില് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് A1 ലെവൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത് ഭരത് ചൗധരിയുടെ ഭരത് ഇൻ ജർമ്മനി അക്കാഡമിയാണ്. അതുപോലെ കോഴ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ഭരത്തും ഭരത്തിന്റെ വൈഫ് അലീന ഒരു നേറ്റീവ് ജർമ്മൻ സ്പീക്കറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നേറ്റീവ് ജർമ്മൻ സ്പീക്കറിന്റെ അടുക്കൽ നിന്നും ജർമ്മൻ ലെവൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും, അതുപോലെ അവര് ഈ കോഴ്സിന്റെ കൂടെ തന്നെ ഗോയത്തെ എക്സാം പ്രിപ്പറേഷനും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നിടം വരെയുള്ള ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ നിന്ന് കിട്ടും. അവരുടെ A1 കോഴ്സ് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ അവർ ഉടനെ തന്നെ A2 കോഴ്സും അവര് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ A1 പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് A2 പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കാഡമിയിൽ തന്നെ A2നും എൻറോൾ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ കാണുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ കോഴ്സ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായി വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എക്സ്പെൻസസ് കുറച്ച് കൂടുതലായിരിക്കും. അതിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ റെന്റ് തന്നെയാണ്. റെന്റിൽ അറൌണ്ട് നിങ്ങൾക്ക് 300 യൂറോ പേ ചെയ്യേണ്ടി വരും. അതുപോലെ നിങ്ങൾ 2 മാസത്തെ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം റെന്റ്. അപ്പൊ അത് ഏകദേശം ഒരു 600 യൂറോ. നിങ്ങളുടെ ലിവിംഗ് എക്സ്പെൻസിന് 300 യൂറോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പൊ എന്തെങ്കിലും ഫണ്ട് വേണമെങ്കിൽ ഒരു 1000 യൂറോ നമ്മൾ എമർജൻസി ഫണ്ട് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 3,835 യൂറോ വേണം നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു എക്സ്പെൻസ് ആയിട്ട്. അതൊരു റഫ് എസ്റ്റിമേറ്റ് മാത്രമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ പൈസ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3.25 ലക്ഷം രൂപ വേണം നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിന് നിങ്ങൾ അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് ജോബ് കോൺട്രാക്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്റ്റൈഫൻറ്റും ആ കോൺട്രാക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്റ്റൈഫൻറ്റ് 861 യൂറോയെക്കാളും കുറവാണെങ്കിൽ ആ ഡിഫറൻസ് നിങ്ങൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ട് കാണിക്കണം. നിങ്ങൾക്ക് 861 യൂറോയേക്കാൾ കൂടുതലാണെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഹൗസ് ബിൽഡിംഗ് പൊസിഷൻ കണ്ടുപിടിച്ച് അതിന് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന്റെ മെയിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് housebuilding.de. അപ്പൊ നമ്മൾ housebuilding.de എന്ന വെബ്സൈറ്റിൽ പോയി അവിടെ നമ്മൾ ഈ ഹോം പേജിൽ നമുക്ക് ഏത് പ്രൊഫഷൻ ആണോ ഹൗസ് ബിൽഡിംഗ് ആയിട്ട് ചെയ്യാനായിട്ട് താല്പര്യം അത് നമ്മൾ സെർച്ച് ചെയ്യണം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കായഫിസഡ് മെഷർട്രോണിക്കർ ആണ് കൊടുക്കുന്നത്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യിപ്പിച്ച സ്റ്റേറ്റ് റൈൻലാൻഡ് ഫാൾസ് ആയതുകൊണ്ട് ആ സ്റ്റേറ്റിൽ നമ്മളൊരു സിറ്റി ചൂസ് ചെയ്യണം. അപ്പൊ ഞാൻ കോബ്ലൻസ് ചൂസ് ചെയ്തു. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പൊസിഷൻസും ഒരു ലിസ്റ്റിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് മെർസിഡസ് ബെൻസ് ഡൈംലറിന്റെ പൊസിഷനാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഹൗസ് ബിൽഡിംഗ് എന്താണ്, നിങ്ങളുടെ ടാസ്ക് എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ, അതായത് ബെവേർബും സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഈ ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അവര് വേറൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്, അതുപോലെ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. നോർമലി ഇന്റർവ്യൂ നടക്കുന്നത് ഓൺലൈൻ ആയിട്ടായിരിക്കും. അവിടെ നിങ്ങളോട് അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മെയിൻലി നിങ്ങൾ കൊടുത്ത കവറിംഗ് ലെറ്റർ, നിങ്ങളുടെ റെസ്യൂമേയിൽ നിന്ന്, പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ അവർ ചോദിക്കാം. അപ്പം അതെല്ലാം നിങ്ങൾ പറയാനായിട്ട് പ്രിപ്പയർ ആയി തന്നെ ഇന്റർവ്യൂവിന് പോകണം. നിങ്ങൾ അങ്ങനെ ഇന്റർവ്യൂ കൊടുത്തു, ഇന്റർവ്യൂ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ജോബ് കോൺട്രാക്ട് കിട്ടും. ഈ ജോബ് കോൺട്രാക്ട് കൈ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വിസയ്ക്ക്, അതായത് ട്രെയിനിങ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഡാറ്റാ പേജിന്റെ കോപ്പീസ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം, നിങ്ങളുടെ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ഒരു അപ്രൂവൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു നോ ഒബ്ജക്ഷൻ ലെറ്റർ വേണം. അതുപോലെ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയിൽ നിന്നുള്ള ഒരു നോ ഒബ്ജക്ഷൻ ലെറ്റർ വേണം. പിന്നെ നിങ്ങളുടെ ബയോമെട്രിക് ഫോട്ടോസ്, പിന്നെ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫീസും. വിസ പ്രോസസ് ചെയ്യാനായിട്ടുള്ള ഒരു ആവറേജ് സമയം എന്ന് പറയുന്നത് 3 മാസമാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഇത് 3 മാസത്തെക്കാളും കൂടുതലാകാം, പ്രത്യേകിച്ച് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിൽ. അപ്പൊ നമ്മൾ പേഷ്യന്റ് ആയിട്ട് വിസ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് താമസിക്കാം, അത് പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർഡ് റൂംസിലും താമസിക്കാം. ഇപ്പൊ ഈ വെബ്സൈറ്റിലൂടെയൊക്കെ നിങ്ങൾ വീട് നോക്കിയിട്ടൊന്നും ശരിയായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യാം. നിങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഗ്രൂപ്പ്സ് ഒക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലൂടെ നിങ്ങൾക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും പിന്നെ യൂട്യൂബിലും വന്ന് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യം ആയിട്ട് വന്നതും അതുപോലെ ഒത്തിരി പേര് ചോദിച്ചതുമാണ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന്. ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് ഏജ് ലിമിറ്റ് ഇല്ല. ഏജ് ലിമിറ്റിന്റെ കേസ് വരുന്നത് ഇപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു ഹൗസ് ബിൽഡിംഗ് പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ 25 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സർച്ച് വിസയിൽ വന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അല്ലാതെ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ വന്നൊരു ചോദ്യമാണ് ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യാമോ എന്നുള്ളത്. ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്കും ഹൗസ് ബിൽഡിംഗ് ചെയ്യാം. നിങ്ങളിപ്പോ നിങ്ങളുടെ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ അതിപ്പോ ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കോ ആർക്കാണെങ്കിലും ഹൗസ് ബിൽഡിംഗ് ചെയ്യാം. പിന്നെ എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് ഹൗസ് ബിൽഡിംഗ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല, ആസ് ലോങ് ആസ് ആ ഗ്യാപ്പിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്തതെങ്കിൽ. അതായത് നിങ്ങളിപ്പോൾ ലാംഗ്വേജ് പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് പ്രശ്നം വരാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കൊമേഴ്സ് ഫീൽഡാണ് +2 പഠിച്ചത്, പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ഹൗസ് ബിൽഡിംഗ്സ് ചെയ്യാനായിട്ട് പറ്റുമോ? അങ്ങനെയുള്ളവർക്കും ചെയ്യാം. സ്ട്രീം ഇവിടെ ഒരു പ്രശ്നമല്ല. ആസ് ലോങ് ആസ് നിങ്ങളുടെ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇവിടെ റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നാട്ടിലിപ്പോൾ ഡിപ്ലോമ അല്ലെങ്കിൽ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടിയ ഒരാളുടെ സർട്ടിഫിക്കറ്റ് ജർമ്മനിയിൽ വാലിഡ് ആണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അങ്ങനെ വാലിഡ് ആവണമെങ്കിൽ നിങ്ങൾ റെക്കഗ്നീഷൻ ചെയ്യിപ്പിക്കണം സർട്ടിഫിക്കറ്റ്സ്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പ്രൊസീജിയർ സെയിം ആണ്, പക്ഷെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതറിയാനായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം വന്നത് ഹൗസ് ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞ് PR കിട്ടുമോ എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്തു കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി. ഇവിടെ ജോലി കിട്ടി, നിങ്ങൾ 2 വർഷം ഇവിടെ ജോലി ചെയ്തു, നിങ്ങൾ എല്ലാ സോഷ്യൽ കോൺട്രിബ്യൂഷൻസും പേ ചെയ്തു, ലേബൻസ് ഇൻ ഡോയ്ച്ച്ലാൻഡ് എന്ന് പറഞ്ഞ പരീക്ഷ എഴുതി നിങ്ങൾ പാസ്സായി, അതുപോലെ നിങ്ങൾക്ക് B1 സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോഴത്തേന് PR കിട്ടും.
അടുത്ത ചോദ്യം, ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ജോലികൾ ചെയ്യാവോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിന്റെയും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻസിന്റെയും ഒക്കെ ടൈം ലൈൻ ബ്രേക്ക് ചെയ്യാതിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്തതിന് ശേഷം വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി നമുക്ക് ജോലി ചെയ്യാവുന്ന ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. നിങ്ങൾ ഈ ഹൗസ് ബിൽഡിംഗ് ഇവിടെ ചെയ്യുന്നതിന്റെ സർട്ടിഫിക്കറ്റ് EU-ൽ വാലിഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ യൂറോപ്യൻ കൺട്രീസിൽ പോയി ജോലി ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ UK-ൽ പറ്റത്തില്ല. ഇപ്പം UK EU-ന്റെ പാർട്ട് അല്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ റൂൾസ് മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. പിന്നെ വന്ന ചോദ്യമാണ് ഹൗസ് ബിൽഡിംഗ് ഇംഗ്ലീഷ് തോട്ട് ആയിട്ട് ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത്. ഞങ്ങൾക്ക് അറിയാവുന്നിടത്തോളം ഇവിടെ മെജോറിറ്റി ഹൗസ് ബിൽഡിംഗ് കോഴ്സസും ജർമ്മനിലാണ് അവർ ഓഫർ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് എമൗണ്ട് നാട്ടിലേക്ക് അയക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടുന്ന പൈസ ആയതുകൊണ്ട് നമുക്കത് എന്ത് വേണേലും ചെയ്യാം, നാട്ടിലേക്ക് അയക്കാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ചതാണ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് ജോലി കിട്ടുമോ എന്നുള്ളത്. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ജോലിയല്ല, അതൊരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ജോലിയായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സ്കിൽസിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. അപ്പം അത് നിങ്ങൾ പഠിക്കുന്ന കൂടെ തന്നെ അവര് ഒരു പ്രാക്ടിക്കൽ സെഷൻസും ഉണ്ട്, അല്ലാതെ ജോലിയല്ല ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ വന്നൊരു ചോദ്യമാണ്, നമ്മൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലേസ്മെന്റ്സ് ഉണ്ടാകുമോ, അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളത്. ശരിക്കും ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് സൊസൈറ്റിയാണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ വേണം ചെയ്യാനായിട്ട്. നമ്മുടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാനായിട്ടും ജോലി കണ്ടുപിടിക്കുന്നതും എല്ലാം നമ്മൾ തന്നെ. അവരെ നമ്മുടെ നാട്ടിലെ പോലെ പ്ലേസ്മെന്റ് ഒന്നും കാണത്തില്ല ഹൗസ് ബിൽഡിംഗ് സമയത്തൊന്നും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഹൗസ് ബിൽഡിംഗിന് അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടാവുന്ന ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റും ഒക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.